ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജാഗ്രതയോടെ ഇടപെടുകയും ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഹുമാനപ്പെട്ട സുനിൽ ചാണാശ്ശേരി അവരുടെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ 1982 സെന്റ് ജോസഫ് ഹൈസ്കൂൾ എന്ന ഈ സ്ഥാപനം ഉയർന്നു വന്നത്, മുള പൊട്ടിയത്. ഇവിടുത്തെ നാട്ടുകാരുടെയും മാനേജ്മെന്റിന്റെയും ഒക്കെ സപ്പോർട്ടോടുകൂടി ഇവിടെ ഒരു സ്കൂൾ, ഹൈസ്കൂൾ, പഞ്ചായത്തിലെ ആദ്യത്തെ ഹൈസ്കൂൾ സ്ഥാപിതമാണ്. അന്നത്തെ 1982 എന്ന് പറയുമ്പോൾ ഈ അവനിശ്ശേരിയും ഇവിടുത്തെ ഈ ഗ്രാമപ്രദേശവും എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ വഴി തന്നെ കൃത്യമായിട്ടുണ്ടാവുന്നില്ല. സ്കൂളിലേക്കുള്ള വഴി തന്നെ എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് സങ്കല്പിച്ചാൽ മതി. അന്ന് 1982 ജൂണിലേക്ക് ഇവിടുത്തെ ആദ്യത്തെ HM ആയിട്ട്, പ്രധാന അധ്യാപകനായിട്ട് നിയമിതനായ വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി, ബഹുമാനപ്പെട്ട സേവ്യർ PM അവരുടെ പ്രധാന അധ്യാപകൻ. പ്രധാനപ്പെട്ട സ്കൂളിന്റെ ഒന്നാമത്തെ രജിസ്റ്ററിൽ ആദ്യത്തെ ഒപ്പുവെച്ച പ്രധാന അധ്യാപകൻ സേവ്യർ മാഷാണ് ഇന്ന് നമ്മുടെ മുഖ്യ അതിഥി. നല്ലൊരു കയ്യടി കൊടുത്തിട്ട് 1982 ഇവിടെ വന്ന് ആ ഉത്തരവാദിത്വം ധീരതയോടെ ഏറ്റെടുത്ത സേവ്യർ മാഷിനെ നമുക്ക് വേദിയിലേക്ക് സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യാം. മാഷ ഇനി ബാക്കി അന്നത്തെ കാലഘട്ടത്തെ കുറിച്ചൊക്കെ മാഷ പ്രസംഗത്തിൽ നമ്മളോട് പറയും. സ്റ്റേറ്റ് ആവറേജ് 56, അവണിശ്ശേരി സ്കൂളിൻ്റെ ആവറേജ് 84. ചിലർ ഇന്ന് സ്റ്റേറ്റ് ആവറേജ് 99.9 പറഞ്ഞത്. അതിൻ്റെ കലന്ന് പറയാൻ നിങ്ങളോട് പറ്റില്ല, എനിക്കറിയാം. സാക്ഷാത്കാരങ്ങളെ പറ്റിയാണ്. അന്ന് ഇവിടെ സാധാരണ നമ്മുടെ സ്കൂളുകളിൽ 50-60% താമസിച്ചിരിക്കുകയാണ്. എന്തോരം പേരെ തുറക്കണം പഠിക്കാൻ പോകണം. മനസ്സിലാവും. അങ്ങനെ സ്റ്റേറ്റ് ആവറേജ് 50. എന്നിട്ട് അവണിശ്ശേരി സ്കൂൾ 84 എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊണ്ടാണ്. ഇന്നത്തെ ആയിരുന്നുള്ള കുഴപ്പം ഞാൻ പറയൂട്ടോ. മനസ്സിലാവും. കുറച്ച് പേര് തോറ്റൊന്നും സത്യമാണ്. അപ്പം അങ്ങനെ ഒരു സ്റ്റാൻഡേർഡിലേക്ക് വരുന്ന സ്കൂള് എന്നും അങ്ങനെ നിലനിൽക്കത്തക്ക രീതിയിൽ നിങ്ങൾ വളരെ മിടുക്കന്മാരായി മിടുക്കുകളുമായിട്ട് സ്വന്തമായിട്ടുള്ള ചിന്താഗതിയോടുകൂടി അതിലത് ലയിച്ചുകൊണ്ട് അങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് നേടണം എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. എന്നെ ഈ അവസരത്തിൽ ക്ഷണിച്ചതിന് ലളിതമായി പ്രസംഗിക്കുന്നില്ല. അവസരത്തിൽ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ പഴയൊരു സ്കൂള് ഞാൻ ചെറിയാനത്തിൽ കൂടി ഒരുപാട് ഓടിക്കളിച്ച്, സർക്കാർ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, അതിനുവേണ്ടി ഓടിക്കളിച്ച് നടത്തി തുടങ്ങിയ സ്കൂൾ എന്നുള്ള രീതിയിലുള്ള നിങ്ങൾക്കുള്ളതുപോലെ ഇവിടെ ടീച്ചേഴ്സ് പറഞ്ഞതുപോലെ എനിക്കുണ്ട് ഒരു വലിയ അളവ് അഭിമാനം. ഒരിക്കലും മറക്കില്ല. എപ്പോഴും എൻ്റെ മനസ്സിൽ അതിൻ്റെ ആശംസകളുണ്ട്. നല്ല റിസൾട്ട് കിട്ടണേ, കൂടുതൽ കോഴ്സ് ധാരാളം കിട്ടണേ എന്നുള്ള ഒരുപാട് ആശംസകളുണ്ട്. അതെന്നും നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ അവസരം നല്ലൊരു അവസരമായി തീർന്ന്
ക്ഷണിച്ചതിന് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.